അപ്പോൾ എന്താണ് ഫാക്കോ എമൽസിഫിക്കേഷൻ എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ 7 മുതൽ 8 മില്ലിമീറ്റർ എന്നുള്ള മുറിവ് വളരെ ചുരുങ്ങി 2 മുതൽ 3 മില്ലിമീറ്റർ വരെയുള്ള വലിപ്പത്തിലെത്തി. അപ്പോൾ ഈ ചെറിയ മുറിവിൽ കൂടെ തന്നെ തിമിരത്തിനെ നമുക്ക് അലിയിച്ച് കളയാൻ പറ്റും. തിമിരം കണ്ണിൽ നിന്ന് പുറത്തെടുക്കാതെ കണ്ണിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ അലിയിച്ച് കളഞ്ഞ് ആ ചെറിയ മുറിവിലൂടെ പുതിയ ലെൻസ് കണ്ണിനുള്ളിൽ നിക്ഷേപിക്കുന്നു. ഇതുകൊണ്ട് ഈ മുറിവിൽ തുന്നലോ ബ്ലീഡിങ്ങോ ഒന്നും ഉണ്ടാകുന്നില്ല. ഇതാണ് ഫാക്കോ എമൽസിഫിക്കേഷൻ ചെയ്യുന്ന മെഷീൻ. ഇതിൻ്റെ തുമ്പെന്ന് പറയുന്നത് നമുക്ക് കാണാം പേനയുടെ വലിപ്പം മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഏകദേശം 2 മുതൽ 3 മില്ലിമീറ്റർ വരെയാണ്. രോഗിക്ക് ഇഞ്ചക്ഷൻ വേണ്ടി വരുന്നില്ല. ഇഞ്ചക്ഷനോടനുബന്ധിച്ചുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ട് വരുന്നില്ല. കണ്ണ് മരയിപ്പിക്കാതെ തന്നെ നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ 2 മുതൽ 3 മില്ലിമീറ്റർ വരെയുള്ള മുറിവെന്ന് പറയുമ്പോൾ ഇതിൽ തുന്നലുകളോ ഒട്ടിപ്പോ പ്ലാസ്റ്ററോ ഒന്നും ആവശ്യമില്ല. ബ്ലീഡിംഗ് ഉണ്ടാകുന്നില്ല. അതിനോടനുബന്ധിച്ച് ഒരാഴ്ചയോളം വിശ്രമമൊന്നും ആവശ്യം വരുന്നില്ല. ഇതൊക്കെയാണ് ഫാക്കോ എമൽസിഫിക്കേഷനും സ്മാൾ ഇൻസിഷൻ കാറ്ററാക്ട് തമ്മിലുള്ള പ്രധാന വ്യത്യാസം. ഇന്ന് ലോകമെമ്പാടും നടക്കുന്ന തിമിര ശസ്ത്രക്രിയകളിൽ 90% ഈ ഫാക്കോ എമൽസിഫിക്കേഷൻ എന്ന രീതി വരെയാണ് ചികിത്സപ്പെട്ട് വരുന്നത്.